ശിവതാണ്ഡവമാണോ അവിടെ നടക്കുന്നതെന്ന് തോന്നിപ്പോയി. കാരണം എല്ലാം കൂടെ സ്വേൾ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ അറിയുന്നില്ല. കേദാറിൽ അന്ന് ആ വെള്ളപ്പൊക്കം ഉണ്ടായ സമയമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ട്രയാങ്കുലർ ഏരിയയാണ്. ഡിസ്റ്റൻസ് ഇത്രയുണ്ടെങ്കിലും ഇതിൻ്റെ എഫക്റ്റ് ആയിരിക്കണം. എനിക്ക് അറിഞ്ഞൂടെ ആഫ്റ്റർ എഫക്റ്റ് ആണോ എന്ന് പറഞ്ഞാൽ ഇവിടെയും ഈ കാറ്റും മഞ്ഞും എല്ലാം കൂടി അടിച്ചിട്ട് ഫേർദർ അങ്ങോട്ട് പോകാൻ വയ്യ. മഞ്ഞുപാളി വീണു. പരിക്രമം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, അലൗകികമായിട്ടുള്ളൊരു അനുഭവമാണത്. ഇനി അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതല്ല, ആ സ്ഥലത്ത് പോയി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് അറിയുന്നത് കേദാർ കംപ്ലീറ്റ് തകർന്ന്, അതായത് അമ്പലം ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് വാലി പോയി. ഞാൻ അവിടെ പോയിട്ടുള്ള ആളാണ്. അതിന് മുമ്പേ 2011 ഞാൻ പോകുമ്പോൾ വല്ലാതെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം അന്ന് ഒരു എന്താ പറയുക, ഒരു ഇതും ഇല്ലാതെ ബിൽഡിങ്സ് കെട്ടി പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പവിത്രത മാനിക്കാതെ ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ പവിത്രത മാനിക്കണം. നമ്മൾ ഏതൊരു പിൽഗ്രിമേജിന് പോകുമ്പോഴും ആരും ആയിക്കോട്ടെ, ഏത് മതക്കാരായാലും അവരവരുടെ പിൽഗ്രിമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ആത്മാർത്ഥതയോടുകൂടി അത്രയും പവിത്രമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്.